ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഫോണായിട്ടാണ്. ഈ ഫോൺ എന്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഈ ഫോണിനോട് എന്ത് ചെയ്യാനാ? നമുക്കൊരു പണിയുണ്ട്. നമ്മൾ ചെറിയ മക്കളെല്ലാം ഉണ്ടെങ്കിൽ ഈ ഫോൺ ഉപകാരം. നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ അത് നമുക്ക് മായ്ക്കാൻ പറ്റും. ഒരു നനഞ്ഞ തുണിയെടുത്ത് മായ്ക്കാൻ പറ്റും. കണ്ടോ, ദിസ് ഈസ് മാജിക് ഫോൺ. ഞാൻ ഉണ്ടാക്കിയ പേരാണ് മാജിക് ഫോൺ. അപ്പോൾ നമുക്കൊന്ന് ഇതുണ്ടാക്കി നോക്കാം. ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു. അതിൻ്റെ മുമ്പ് ഇങ്ങനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ബോണ്ട് പേപ്പറാണ്. നമുക്കൊന്ന് ബോണ്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ല വരക്കാം. നമ്മൾ ഡിസൈൻ വരക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സാധനം എടുക്കാം. ഞാൻ എപ്പോഴും വരക്കുന്നത് പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം നമുക്കൊന്ന് ഫോണിൻ്റെ വരക്കാം. അപ്പോൾ ഒന്ന് ഫോൺ വരക്കാം. നമുക്കപ്പോൾ ഒന്ന് ട്രേസ് ചെയ്തിട്ട് ഫോൺ വരക്കാം. ഇവിടെ ലോക്ക് ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വരക്കാം കേട്ടോ. നമുക്കൊന്ന് വരക്കാം. ഈ സ്കെച്ച് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ വരക്കുന്നത്. നമുക്കപ്പോൾ ഒന്ന് വരച്ചെടുക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് ജേണൽ ചെയ്യുമോയെന്ന്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ജേണലായിരിക്കും. കുറേ പേര് ചോദിച്ചിനി ജേണൽ ചെയ്യുമോ അങ്ങനെയെല്ലാം. ഞാൻ ജേണൽ ചെയ്യും. പിന്നില്ലേ നമ്മൾ 3K അയക്കാനൊരു ചെറിയൊരു ഗിവ് അവേ ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. 3K ആവാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ആകെ കുറച്ച് റൂൾസേ ഉള്ളൂ. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ട 3 ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ റൂൾസ്. അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ യെല്ലോ കളറാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലത്തെ ഡിസൈൻ വേണമെങ്കിൽ വരച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഡിസൈൻ വരക്കുന്നില്ല. ഞാനിപ്പോൾ പ്ലെയിൻ ഒരു ഫോണാണ് വരക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് ഒന്ന് കളർ ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇത് ഫുള്ള് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ അടുപ്പിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ മുറിക്കാം. ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് അതാകുമ്പോൾ ഈസി ആയിട്ട് മുറിക്കാൻ കഴിയും. നമുക്കൊന്ന് അടുപ്പിച്ചിട്ട് മുറിക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ മുറിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുറിച്ച് കഴിഞ്ഞിട്ടൊന്ന് കാണാം. ഇനി ഈ ഫോണിൻ്റെ ഡിസൈൻ എവിടെ കിട്ടിയെന്ന് അറിയോ? ഞാൻ ഇങ്ങനെ പ്രിൻട്രസ്റ്റിൽ ഇങ്ങനെ എന്തെങ്കിലും ഞാൻ കുറേ നോക്കുമ്പോണ്ട് ഈ ഫോൺ വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു പിന്നെ ഇതൊന്ന് ചെയ്തെടുക്കാം. നല്ല രസമുണ്ട് അതിനെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇതുപോലത്തെ കാർഡ്ബോർഡ് എടുത്തിട്ട് ഒന്ന് ഈ ഫോണിൻ്റെ കണക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫോണിൻ്റെ മേലെ ഒന്ന് മാർക്കായി പോയി. എല്ലാവരും ക്ഷമിക്കണേ, പിന്നെ ക്ഷമിക്കൂലേ. അപ്പം നമുക്കൊന്ന് ഇതൊന്ന് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വെറുതെ ബോറടിച്ചിരിക്കുമ്പോഴാണ് അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞാനെന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ ഭയങ്കര ഭാരമാണ് ഈ കാർഡ്ബോർഡ് മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അധിക വീഡിയോസിലും സോങ്സാണ് ഇടല്. കാരണം മറ്റൊന്നുമല്ല, അത് എന്നാണ് എൻ്റെ തണുപ്പ് പിടിച്ചിട്ട് സൗണ്ടൊന്ന് പോയിന്. അതുകൊണ്ടാണ് ഒന്ന് സംസാരിക്കാൻ പറ്റാനെന്ന്. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ ഈ ഫോണിൻ്റെ മേലെ അല്ല ഈ കാർഡ്ബോർഡിൻ്റെ മേലെ ഫോൺ ഒട്ടിക്കണം. അപ്പം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്.
നിങ്ങൾക്ക് ഞാൻ എല്ലാ ക്രാഫ്റ്റിനും സ്റ്റിക്കാണ് ഉപയോഗിക്കല്. കാരണം ഫെവി കിക്ക് കോളെല്ലാം ഉപയോഗിച്ചാൽ നമുക്ക് അടിയാളം വരും ഒട്ടിച്ചത്. അപ്പോൾ നമ്മൾ സ്റ്റിക്കാണ് നല്ലത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ മെയിൻ പരിപാടി. അപ്പം നമുക്കൊന്ന് ഈ സെലോ ടാപ്പ് ഈ ഫോണിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓ നോ 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 ചെറുങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിച്ച് ചെയ്യും. നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എപ്പോഴും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, നമ്മൾ ബാക്കി വന്ന സെലോ ടാപ്പ് ഒന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. കുട്ടികളൊക്കെ നല്ല സാധനമാണ് ഗായ്സ്. നമുക്കപ്പോൾ ഒന്ന് മായ്ച്ചു നോക്കാം. യെസ്, വെർത്തായി. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഗിവ് അവേൻ്റെ മറക്കണ്ട. എന്നാൽ ഓക്കെ, ബൈ.